പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ടല്ലോ, നീ അനുഭവിച്ച യേശുവിനെക്കുറിച്ച് നീ ഒത്തിരി പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിൻ്റെ സംസാരത്തിൽ എപ്പോഴും യേശു ഉണ്ടല്ലോ, എന്നാൽ നിങ്ങളെ യേശു കൊല്ലാൻ പറയുന്നവൻ, യേശു പറയുന്നത് കേൾക്കാത്തവനെ, യേശു പറയുന്നത് അനുസരിക്കാത്തവനെ ഉടനടി കൊന്നുകളയാനായിട്ട് പറയുന്ന ഒരു വ്യക്തിയല്ലേ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? പെട്ടെന്ന് ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ബൈബിളിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ബൈബിളിൽ അങ്ങനെ ഒരു വചനമുണ്ട്, നിനക്കറിയില്ല, കാരണം നീ അത് വായിച്ചിട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഷോക്കായി. കാരണം ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഇതുവരെ അങ്ങനൊരു വചനം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹമാണെങ്കിൽ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തീയ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം വചനത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില പരിശോധനകളൊക്കെ നടത്തുന്ന അത്ര മോശമല്ലാത്തൊരു വിശ്വാസിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളൊരു പെട്ടെന്നൊരു ടെൻഷൻ എനിക്ക് വന്നു. ഞാൻ ചോദിച്ചു, ഏതാണ് ആ വാക്യം, എവിടെയാണ് അങ്ങനെ ഒരു സംഭവം എന്ന് ചോദിച്ചു. അദ്ദേഹം വാക്യവും വചനമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് എവിടെ നിന്നാണ് ലഭിച്ചത്, എവിടെയാണ് നിങ്ങളിങ്ങനെ ഒരു സംഭവം കണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ എന്നെ കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ടായ ഒരു റീൽസാണ് ഇതിൻ്റെ ഇങ്ങനൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വരാനുള്ളൊരു കാരണം. ഒരു വ്യക്തി ഒരു ബൈബിളുമായി ഒരു ക്രിസ്ത്യൻ പിൽഗ്രിം സെൻറ്ററിൽ ഇങ്ങനെ നടക്കുന്നു. ഇതാണ് ആ വീഡിയോ. ഈ പിൽഗ്രിം സെൻറ്ററിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ വ്യക്തികളെ തടഞ്ഞു നിർത്തുന്നു. ഈ വ്യക്തിയുടെ രൂപം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്, ഇദ്ദേഹത്തിന് മീശയില്ല, എന്നാൽ നല്ല താടിയുണ്ട്, നീട്ടി വളർത്തിയ താടിയുള്ള ഒരു വ്യക്തി. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇദ്ദേഹം ഈ ഒരു ബൈബിളുമായി ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന യുവാക്കളെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിച്ചത്? അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ യേശുവിനോടാണ് പ്രാർത്ഥിച്ചത്. ആ വ്യക്തിയോട് എടുത്തു വയ്ക്ക് ചോദിക്കുന്നു, എന്തിന് യേശുവിനോട് പ്രാർത്ഥിക്കണം? തന്നെ ഇഷ്ടമല്ലാത്തവരെ കൊന്നുകളയാൻ പറഞ്ഞൊരു യേശുവല്ലേ നിങ്ങളുടെ ബൈബിളിലുള്ളത്, ഈ യേശുവിനോട് നിങ്ങൾ എന്തിനു പ്രാർത്ഥിക്കണം? അപ്പോൾ എന്നെപ്പോലെ തന്നെ ആ വ്യക്തിയും പെട്ടെന്ന് ഷോക്കാവുന്നു. അദ്ദേഹം ചോദിക്കുന്നു, അങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ടോ? എടുത്തു വയ്ക്ക്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കൂ, ലൂക്കാ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ തന്നെ അവരെ വായിപ്പിക്കുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കാ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വച്ച് കൊന്നുകളയുവൻ. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമല്ലാതിരിക്കുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവൻ. ഇത് വായിച്ച വ്യക്തി പെട്ടെന്ന് ഷോക്കായി, അയ്യോ, എൻ്റെ യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തിന് ബൈബിളിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഷോക്കായി വളരെ തലകുനിച്ച് ഇദ്ദേഹം നടന്നു പോകുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത്. വളരെ ചുരുങ്ങിയൊരു വീഡിയോ. ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു. അനേക യുവാക്കൾ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നു. ഒത്തിരി പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓ ശരിയല്ലേ, ഇങ്ങനെയല്ലേ യേശു, എന്താണ് യേശു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാണോ യേശുവിൻ്റെ മാതൃക എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ഇങ്ങനെ കാണുന്നു. എനിക്ക് തോന്നി ഇതിനൊരു മറുപടി കൊടുക്കണം. കാരണം ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ഇതിനെ ഇങ്ങനെ, അതായത് പൊട്ടൻ ആനയെ കണ്ട, പൊട്ടക്കണ്ണൻ ആനയെ കണ്ട സംഭവം വിവരിക്കുന്നത് പോലെ ഇങ്ങനെ മീശയില്ലാതെ താടി വെച്ചുള്ള ചേട്ടന്മാർ ബൈബിളിനെ വിവരിക്കുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത് കണ്ടപ്പോൾ, വഴിതെറ്റിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു മറുപടി കൊടുക്കണം. ഇതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ യേശു എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ലൂക്കാ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ തുടക്കം തന്നെ വായിക്കുമ്പോൾ അതിൻ്റെ 10 നാണയത്തിൻ്റെ ഉപമ എന്ന് പറഞ്ഞിട്ടാണ് അതിനൊരു ടൈറ്റിൽ കിടക്കുന്നത്. മാത്രമല്ല അവിടെ അവനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്നു ഒരു ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ 11-ാം വാക്യം തുടങ്ങുന്നത്. ഉപമ എന്ന് പറയുമ്പോൾ അവർക്ക് സമാനമായ, അവർക്ക് കേട്ടുപരിചയമുള്ള ഒരു കാര്യത്തോട് ബന്ധിപ്പിച്ചായിരിക്കും ഇത് പറയുന്നത്. ഒരു പക്ഷേ കേരളത്തിലൊരു 20 വർഷം മുൻപ് ഒരു പ്രായമായ ഒരു വ്യക്തിയോട് മെട്രോ ട്രെയിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വ്യക്തി, അദ്ദേഹത്തിന് അത് മനസ്സിലാവത്ത് പോലുമില്ല. പക്ഷേ ഇന്ന് ഒരു വ്യക്തിയോട് മെട്രോ ട്രെയിനിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, പുതിയൊരു ട്രെയിൻ വരുന്നു, വളരെ സ്പീഡാണ്, അത് മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം മെട്രോ ട്രെയിൻ പോലെയാണ് എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പോൾ അവർ കണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് എപ്പോഴും യേശു ഉപമ പറയുന്നത്. പ്രധാനമായും കൃഷിയെക്കുറിച്ച്, ആടുകൾ, ഇടയന്മാരെക്കുറിച്ച്, ഇതൊക്കെ യേശു പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ കൃഷിയുണ്ട്, ആടുണ്ട്, വിത്തുണ്ട്, വിതക്കാരനുണ്ട്, ഇടയനുണ്ട്, ഇതെല്ലാം അവർക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് യേശു എപ്പോഴും അവർക്ക് ഉപമയായി പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഈ 10 നാണയത്തിൻ്റെ ഉപമ പറയുമ്പോൾ ഒരു രാജാവ് ദൂരദേശത്ത് പോയി അവൻ്റെ രാജ്യത്വം സ്വീകരിച്ച് തിരിച്ചു വരാൻ പോകുന്നതിന് മുൻപ് അവൻ്റെ വേലക്കാർക്ക്, അവൻ്റെ ശിഷ്യർക്ക് അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ളവർക്ക് ഓരോ നാണയം വെച്ച് കൊടുക്കുന്നു. അവൻ ദൂരെ പോയി രാജ്യത്വം സ്വീകരിച്ച് തിരിച്ചു വരുന്നു. ഇവരോട് ഇത് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു, പ്രതിഫലം ചോദിക്കുന്നു, അല്ലെങ്കിൽ നാണയം ഏൽപ്പിച്ചത് എത്രത്തോളം വിശ്വസ്തനായി അത് ഉപയോഗിച്ചു എന്ന് ചോദിക്കുന്നു. ഇതാണ് ഉപമയുടെ പശ്ചാത്തലം. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ലൂക്കാ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം
12-ാം വാക്യം. അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 പേർക്ക് ഓരോ നാണയം ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ യഥാർത്ഥത്തിൽ യേശു ഈ സംഭവം പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത്, നമ്മൾ ഇസ്രായേൽ ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ആ സമയത്ത് അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിൻ്റെ പേര് ഹെറോദേസ് എന്നായിരുന്നു. ഹെറോദേസിന് അവൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ 3 മക്കളിലേക്ക് അവൻ്റെ രാജ്യത്വം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹെറോദോ അന്തിപ്പാസ്, ഹെറോദോസ് ഫിലിപ്പോസ്, ഹെറോദോസ് അർക്കലാവോസിലേക്ക്, അങ്ങനെ 3 വ്യക്തികളിലേക്ക് ഇതിൻ്റെ ഭരണം വിഭജിച്ചു പോകുന്നൊരു സംഭവം നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ അർക്കലാവോസിന് യൂദ അവൻ്റെ അധികാരത്തിലേക്ക് വരുമ്പോൾ അർക്കലാവോസ് ഒരു ദുഷ്ടനും വളരെ ക്രൂരനുമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന യഹൂദരിൽ കുറച്ചു പേർ റോമിലോട്ട് ചെന്ന്, റോമിൻ്റെ അധികാരത്തിലാണ് അന്ന് ഇസ്രായേൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റോമിൽ നിന്നാണ് ഇവൻ്റെ രാജ്യത്വ പദവി സ്വീകരിക്കേണ്ടത്. അപ്പോൾ റോമിലേക്ക് ഒരു 50 പേരടങ്ങുന്ന ഒരു സമൂഹം ചെന്ന്, അർക്കലാവോസ് ഞങ്ങളെ ഭരിക്കുന്നതായി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മറ്റൊരാരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഭരണകർത്താവായി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റുമായി യഹൂദരിൽ ഒരു 50 പേർ അവിടോട്ട് പോയി. അതിനുശേഷം തിരിച്ച് അർക്കലാവോസ് തന്നെ രാജാവായി തിരിച്ചു വരുന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരുടെ ജീവിതം വലിയ കഷ്ടതയിലേക്ക്, വലിയ വേദനയിലേക്ക് പോകുന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ചരിത്ര പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് യേശു ഒരു ഉപമ പറയുന്നത്. ഒരു രാജാവ് ദൂരദേശത്തേക്ക് പോയി, അവൻ ഭരിക്കുന്നത് ഇഷ്ടമല്ലാത്ത കുറേ ജനങ്ങൾ ഇവിടെ നിന്ന് അവിടെ ചെന്ന് അവൻ ഭരിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അവൻ തന്നെ രാജാവായി തിരിച്ചു വരുന്നു. അവൻ തിരിച്ചു വന്നിട്ട് ഭരണം നടത്തുന്നു. ഈ ഒരു സന്ദർഭമാണ് യേശു ഇവിടെ പറയുന്നത്. നമുക്ക് ആ 13-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ നാണയം ഏൽപ്പിച്ചു, വ്യാപാരം ചെയ്തു. 14-ാം വാക്യം, അവൻ്റെ പൗരന്മാർ അവന് വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നതിന് ശേഷം അവരോട് ആ പണത്തെക്കുറിച്ച് ചോദിച്ചു, ഞാൻ ഏൽപ്പിച്ച നാണയത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഒരുവൻ വന്ന് പറഞ്ഞു, നീ 1 എനിക്ക് നൽകിയത്, ഞാനിതാ 10 കോടി സമ്പാദിച്ചിരിക്കുന്നു. മറ്റൊരുവനെന്ന് പറഞ്ഞു, ഞാനും നന്നായി അധ്വാനിച്ചു, ഞാനും ഇതാ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. 10 നേടിയവന് 10 നഗരത്തിൻ്റെ അധികാരിയായി മാറ്റുന്നു. അങ്ങനെ അവൻ്റെ അധ്വാനത്തിന് വേണ്ട ഫലം അവന് കൊടുക്കുന്നതായിട്ട് ആ ഉപമ ഇങ്ങനെ താഴോട്ട് യേശു പറയുകയാണ്. എന്നാൽ അവൻ ഒരു നാണയവും ഏൽപ്പിക്കുന്നില്ല, അവൻ അത് മണ്ണിൽ കുഴിച്ചിട്ടു. അവൻ പറയാം, നീ ക്രൂരനാ. അർക്കലാവോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂരനായ രാജാവായിട്ട് അവിടെ ഭരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ക്രൂരനായതുകൊണ്ട് ഞാനിത് നഷ്ടപ്പെടാതെ, ഞാൻ ബിസിനസ് ചെയ്ത് എന്തെങ്കിലും നഷ്ടം വന്നാൽ അത് വലിയ കഷ്ടത്തിലാകും, നീ എന്നെ ക്രൂശിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിത് കുഴിച്ചിട്ടു. ഞാൻ ഏൽപ്പിച്ച നാണയം നീ പണം മാറ്റക്കാരുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് പലിശ സഹിതം തിരിച്ചു ലഭിക്കുമായിരുന്നു. എന്നാൽ നീ മണ്ണിൽ കുഴിച്ചിട്ടു, നീ അത് ചെയ്യരുതായിരുന്നു. യേശു ഈ ഉപമയുടെ പശ്ചാത്തലം പറയുമ്പോൾ യഹൂദർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും, ഒരു ദുഷ്ടനായ അർക്കലാവോസിൻ്റെ ഭരണത്തിൽ കഴിയുന്ന, അല്ലെങ്കിൽ വേദനയിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തോടാണ് ഈ ഉപമ പറയുന്നത്. ഇനി ഈ ഉപമയിലെ കഥാപാത്രമാണ് യേശു. ഈ കഥാപാത്രമാണ് പറയുന്നത്, ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമല്ലാത്തവർ എൻ്റെ അടുത്ത് വന്ന് അവരെ നശിപ്പിക്കുവിൻ, കൊന്നുകളയുവിൻ എന്ന് പറയുന്നത്. ഒരിക്കലും യേശു തൻ്റെ പ്രബോധനത്തിൽ പരസ്യജീവിത കാലത്തിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന്, ഞാൻ പ്രബോധനം നടത്തുന്ന, എൻ്റെ പ്രബോധനം ഇഷ്ടമല്ലാത്തവനെ ശിഷ്യന്മാർ കൊന്നുകളയാൻ പറയുന്ന ഒരു തലമല്ല യേശു പറയുന്നത്. മാത്രമല്ല യേശു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, വാളെടുത്തവൻ വാളാൽ നശിക്കും. ഒരിക്കൽ പത്രോസ് വാളെടുക്കുമ്പോൾ തന്നെ പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ നീ വാളുറയിലിടുക, ഈ ഒരു മാർഗമല്ല നമുക്കുള്ളത്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പഠിപ്പിക്കുന്നു. വളരെ വ്യക്തമായി നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ യേശു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. യേശുവിൻ്റെ പ്രബോധനങ്ങളും യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ രക്ഷയും യേശുവിൻ്റെ രക്ഷയെല്ലാം തിരിച്ചറിഞ്ഞിട്ടും അത് സ്വീകരിക്കാതിരിക്കുന്നവൻ ഒരു നിത്യ നരകത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് യേശു ഈ 10 നാണയത്തിൻ്റെ ഉപമ പറയുമ്പോൾ യേശുവിന് വളരെ വ്യക്തമായൊരു ബോധ്യം ജനത്തിന് കൊടുക്കുക എന്നൊരു ഉദ്ദേശവുമായി ആ സമീപ പ്രദേശത്ത് സംഭവിച്ച ആ ഒരു കാര്യം, ആ ഒരു രാജാവിൻ്റെ രീതി, കർക്കശക്കാരനായ ഒരു രാജാവിൻ്റെ രീതി യേശു വരച്ച് കാണിക്കുകയാണ്. ദൈവത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് ശേഷവും അവൻ്റെ രക്ഷയെ നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ, സുവിശേഷ പ്രഘോഷണത്തിലൂടെ അവൻ്റെ രക്ഷയെ നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ, അതിനെ നീ തള്ളിക്കളഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാമത്തെ ഒരു വരവുണ്ട്.
ആ രണ്ടാം വരവിൽ നിന്നോട് പ്രതിഫലം ചോദിക്കും. നീ കേട്ട സുവിശേഷത്തിൻ്റെ രക്ഷ എവിടെ? നീ കേട്ട വചനത്തിൻ്റെ രക്ഷ എവിടെ? നീ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ട്? നീ നിത്യനരകത്തിലേക്ക് എറിയപ്പെടും എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ യേശു വ്യക്തമായി വരച്ചു കാണിക്കുന്നത്. യേശു കാൽവരി ക്രൂശിലൂടെ അവൻ്റെ രാജ്യത്വത്തെ സ്വീകരിക്കുന്നു. അതിനുശേഷം അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. അവൻ്റെ രണ്ടാം വരവിനെ കുറിച്ചിട്ടാണ്, അവൻ്റെ മടങ്ങി വരവും പ്രതിഫലം ചോദിക്കുന്നതും. ഏൽപ്പിച്ച നാണയം, നമ്മളെ ഏൽപ്പിച്ച കൃപയുടെ സുവിശേഷത്തെ, അതിൻ്റെ പ്രതിഫലം കർത്താവ് ചോദിക്കുന്നത് അവൻ്റെ രണ്ടാം വരവിന് ശേഷമാണ്. അത് വളരെ വ്യക്തമാണ്. അന്ത്യന്യായവിധിയുടെ മുൻപിൽ സകല മനുഷ്യരും നിൽക്കേണ്ടി വരുമെന്ന് യേശു പഠിപ്പിക്കുന്നു, വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നു. ഇതിലൊരു തർക്കവുമില്ല. അവൻ ന്യായവിധിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവവചനത്തെ സ്വീകരിക്കാതെ അതിനെ മർദ്ദലിക്കുന്ന ഏതൊരുവനും നിത്യനരകത്തിലേക്ക്, നരകത്തിൻ്റെ ശിക്ഷാവിധിയിലേക്ക്, നരകത്തിൻ്റെ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന് ഒരു സംശയമില്ലാതെ ബൈബിൾ പ്രസ്താവിക്കുന്ന സത്യമാണ്. പക്ഷേ ഇതിനെ വളച്ചൊടിക്കുക എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞു, താടി വെച്ചിട്ട് മീശയില്ലാത്ത ചേട്ടൻ ഇതിനെ വളച്ചൊടിക്കുന്ന രീതി. ഇതാ യേശു പഠിപ്പിക്കുന്നു, എൻ്റെ ഭരണം ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ കൊന്നുകളയുവൻ. ഇത് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് സംഭവിക്കുന്ന കാര്യമല്ല എന്ന് ആ വചനത്തിൻ്റെ തൊട്ടുമുകളിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒരു വചനത്തെ ഏറ്റവും മിനിമം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പശ്ചാത്തലം എന്താണ്, ഇത് ഏത് സമയത്ത് എങ്ങനെ ആരോട് പറഞ്ഞു, ഇത് ഉപമയാണോ അതോ യേശു ഒരു പെട്ടെന്നുണ്ടായൊരു കോപത്തിൽ പറയുന്നതാണോ? ഇതൊന്നും തിരിച്ചറിയാതെയാണ് ഇത്തരം ആളുകൾ ബൈബിളിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വലിയ അറിവില്ലാത്ത നമ്മൾ പലരിലും ഇതേ വചനം സംശയമുളവാക്കുന്നു. ഇതേ വചനം യേശു പറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ വിശ്വാസത്തിൽ കുറവുള്ളവനായി മാറ്റപ്പെടുന്ന ഒരു വലിയ യുവസമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, സംശയത്തിൻ്റെ നിഴലിൽ കഴിയുന്ന ഏതെങ്കിലും യുവാക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല, ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ, അതിന് മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും ഒരു സുവിശേഷ വേലയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക.